പാർലമെന്റിൽ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടക്കാത്ത വിധം ഇടപെടുന്ന രീതിയാണ് ലോക്സഭയിൽ നാം കണ്ടത്. ഭരണപക്ഷത്തെ ഒരംഗം പ്രതിപക്ഷത്തിൻ്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം നടത്തിയപ്പോൾ ആർക്കാണ് കൂടുതൽ രാജ്യസ്നേഹമെന്ന് തെളിയിക്കാൻ റിട്ടയർഡ് കരസേനാ മേധാവി MM നരവണയുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രഭാഷണം ആരംഭിച്ചപ്പോൾ, തൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ഭരണബെഞ്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. രാജ്നാഥ് സിംഗ് ഇടപെടുന്നു, ആഭ്യന്തരമന്ത്രി ഇടപെടുന്നു, സ്പീക്കർ ഓം ബിർള ശക്തമായി ആ വിഷയത്തിൽ ഇടപെടുന്നു. രാഹുൽ ഗാന്ധിയെ ഒരു വിധത്തിലും പ്രസംഗിക്കാൻ അനുവദിക്കുകയില്ല എന്നവർ തീരുമാനിക്കുന്നു. ഭരണപക്ഷം ഇത്രമാത്രം പ്രതിസന്ധിയിൽ ഒഫൻഡഡായി പ്രതികരിക്കാൻ കാരണം ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് ഉദ്ധരിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. റൂൾ 349 ഒരു ഷീൽഡായി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഓം ബിർള ക്ഷണിക്കുന്നത് കണ്ടു. പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ കോപ്പിയുമായി ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തുകയുണ്ടായി. ഭരണപക്ഷത്തെ ഇത്രയും ഭീതിയിലാഴ്ത്തുന്ന എന്ത് കൊടുങ്കാറ്റാണ് ആ പുസ്തകം അഴിച്ചുവിടുന്നത്? നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ, അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യുന്ന പലതും ആ പുസ്തകത്തിലുണ്ട്. രാജ്യം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിവില്ലാത്ത, നേതൃപാടവശേഷി പ്രകടിപ്പിക്കാത്ത, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാത്ത, ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു കഴിവുമില്ലാത്ത ആളാണെന്ന് ആ പുസ്തകം പറയുന്നു. അതാണ് ഭരണപക്ഷത്തെ ഏറ്റവും ചൊടിപ്പിച്ചത്. നരവണ സൈനിക മേധാവിയായ ഘട്ടത്തിൽ ഇന്ത്യയുടെ ടെറിട്ടറിയിലേക്ക് ചൈനീസ് ട്രൂപ്പ് കടന്നു വന്നപ്പോൾ ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി നൽകിയ മറുപടിയാണ് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നിർണായക ഘട്ടത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം ഉത്തരവാദിത്വം ഒഴിവാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. ആ പ്രതികരണം ഇങ്ങനെയാണ്: ജോ ഉചിത് സംജോ വോ കരോ. എന്താണോ ഉചിതമായി തോന്നുന്നത് അത് ചെയ്യൂ. പ്രധാനമന്ത്രിയുടെ ഈ മറുപടി കേട്ടപ്പോൾ എന്താണ് കരസേനാ മേധാവിക്ക് തോന്നിയത്? ഐ ഫെൽറ്റ് റിയലി അലോൺ. ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു എന്നെനിക്ക് തോന്നി. ഇത്തരം നിർണായകമായ സ്ഫോടനാത്മകമായ വിവരങ്ങളുള്ള പുസ്തകം പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരുന്നത് ഗവൺമെൻറ്റിന് ക്ഷീണം ചെയ്യും. റൂൾ 349 ഒരു ഷീൽഡായി, ഒരു മറയായി സ്പീക്കർ ഉപയോഗിക്കുകയായിരുന്നു. ഗവൺമെൻറ്റിന് നാഷണൽ സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടായാൽ, ദേശസുരക്ഷാ വീഴ്ചയുണ്ടായാൽ അത് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ പാർലമെൻറ്റിലാണ്. ചർച്ചയെ അവർ ഭയപ്പെടുന്നു, സംവാദത്തെ ഭയപ്പെടുന്നു, പുസ്തകത്തെ ഭയപ്പെടുന്നു. ഫാഷിസ്റ്റ് റെജീമുകൾ, ഫാഷിസ്റ്റ് ഭരണകൂടം എപ്പോഴും തുറന്ന ചർച്ചയെയും പുസ്തകങ്ങളെയും ഭയപ്പെടുന്നു. പാർലമെൻറ്റിലെ ഭരണപക്ഷത്തിൻ്റെ പ്രതികരണം അതിദയനീയമായിരുന്നു. അവർ തികച്ചും പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.